ഹായ് കൂട്ടുകാരെ, ഹായ്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നേ. സമയം ആര് കേട്ടാ, ഞാനും വന്നേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ. ഇന്ന് കറണ്ട് ഇല്ല. രാവിലെ ഒരു 10 മണിക്ക് കറണ്ട് പോയതാ. എന്റെ പ്രോപ്പർട്ടി ഇതാണ്, എന്റെ ഭാര്യയുടെ പ്രോപ്പർട്ടി. 10 മണിക്ക് കറണ്ട് പോയിട്ട് പിന്നെ വന്നില്ല കൂട്ടുകാര്. കാരണം മീനൊക്കെ മേടിച്ചിട്ട് ഇതേണ്ട പൊരിക്കുക ചെയ്ത്. എല്ലാം ഇന്ന് തേങ്ങ അരയ്ക്കാത്ത കറികളാ. രസം, പിന്നെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, മീൻ വറുത്തത്, എല്ലാം പെട്ടെന്ന് തല്ലിക്കൂട്ടിയതാ. കറണ്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. എന്താണ് എന്തോ, എവിടെയോ മരം മുറിഞ്ഞു വീണെന്നോ എന്തൊക്കെ പറയുന്നു കറണ്ട് കാര്യം. ഇനി എപ്പോഴതൊക്കെ മുറിച്ച് മാറ്റിയെടുക്കുമെന്തോ. ഇവിടെ മഴയാ കൂട്ടുകാരെ, മഴയുണ്ട്, മഴ ഇടിയൊക്കെ ഉണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ മഴ, ഇടി, ചവിട്ട്, വളരെ കഷ്ടം. കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല കേട്ടാ, ഒരു പണി നടക്കൂല. കറണ്ട് വെച്ച് നടക്കണതൊന്നും നടക്കൂല, ഒന്നും നടക്കൂല. നല്ല കറണ്ട് വെച്ച് കറണ്ട് വെച്ച് നടക്കുന്നത് കാര്യങ്ങൾ നടക്കത്തില്ല. കൊള്ളാം, നല്ല ടേസ്റ്റ്, സൂപ്പർ. എല്ലാത്തിനും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നൊന്നും വിചാരിക്കണ്ട. സൂപ്പർ ആണല്ലേ, സൂപ്പർ. നമ്മളെ നാടൻ രസമല്ലേ, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന നമ്മളെ നാടൻ രസം. പൊടിയൊന്നും ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ. ഞാൻ നമ്മുടെ വീട്ടിൽ രസപ്പൊടിയൊന്നും ഇടില്ല. വെളുത്തുള്ളി, ഇഞ്ചിയും, കുരുമുളകും, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടുണ്ടാക്കിയതാണ്. പിന്നെ തക്കാളി ഒന്നും ഇട്ടില്ല, പുളിരസമാണ്, വെറും പുളിരസം. ചുമ്മാ കുടിക്കാനും നല്ലതാ. ഞാൻ എന്താ കഞ്ഞി പോലെ ഒഴിച്ചു. മീൻ വറുത്തവൻ രസക്കഞ്ഞി എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് രസക്കഞ്ഞി. അത് തന്നെ. കുതിരക്കുളമ്പടി ശബ്ദം. ഞാനേ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ, ഒരു വീഡിയോ ഇട്ടാ 12ഉം 20ഉം ഒക്കെ ആയിട്ട് അങ്ങ് വലുതായി പോണി ഞാൻ എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ഞാൻ എന്നും ഇത് ഡിലീറ്റ് ചെയ്യില്ല. എൻ്റെ പരിപാടി വിടുന്നത് ഒരു വീഡിയോ ഇടത്തുള്ളൂ. പക്ഷെ അത് ഇരട്ടി ആയിട്ട് ഇങ്ങനെ വന്ന് പോവുക. അത് എന്താണ് കാരണമെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ എല്ലാവരോടും അറിയാവുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് അഖിലുണ്ടായിരുന്നപ്പോൾ എല്ലാം ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് എന്നാ ഇത് ചെയ്യത്തില്ല, നമ്മള് എന്തുവാ അതിന് പറയുന്നതാണ്, വീഡിയോ ഒക്കെ നമ്മൾ എഡിറ്റ് അല്ല പിന്നെ അപ്ലോഡ് ചെയ്യുന്നല്ല. അപ്പം നമ്മൾ ഫ്രഷ് ആക്കുമല്ലോ, റീഫ്രഷ് മറ്റേ അതിന് പറയും. അത് ഫേസ്ബുക്കുകാർ പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരെയും കാണാതാവും കുറേ ദിവസത്തേക്ക്. അങ്ങനെ എനിക്ക് അഖിലെന്ന് പറയുന്ന അവനോട് ആ പയ്യനാണ് ഞാൻ എല്ലാം സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവനൊരു വീഡിയോ ആയിട്ടിടും. മറ്റുള്ളവരൊക്കെ വലിയ ആൾക്കാർ നമ്മൾ ചോദിച്ചാലും അവർ പറയും ആ വീഡിയോ നോക്കി ഈ വീഡിയോ നോക്കുന്നു പറയും. പക്ഷെ നമുക്ക് ഉപകാരമായിട്ട് അതിനകത്ത് ഒന്നും കാണത്തുമില്ല. നമ്മൾ ചോദിക്കുന്ന ഇതാണ്, ഒരു വീഡിയോ ഇട്ടാൽ 8-9 ഒക്കെ ആയിട്ട് കാണുന്നു, അതിനെ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവരുടെ വീഡിയോ ഇരുന്ന് കാണുമെന്ന് പറയും. കാണുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടില്ല അതൊന്നും. ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് ഡിലീറ്റ് ചെയ്ത് എനിക്ക് സമയം പോവുക. ഓക്കെ, അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരൂ കൂട്ടുകാരി. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്നും പറയുന്നു. പക്ഷേ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ആരും എന്നെ സഹായിക്കുന്നില്ലല്ലോ കൂട്ടുകാർ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.